Question ഇതാണ്. A simply supported beam of effective span 6 meter carries a live load of 50 kilonewton per meter on the entire span. Design the beam using M25 and FE 450. അപ്പോൾ ആദ്യം തന്നെ ഗിവൺ ഡാറ്റാസ് എഴുതുക. ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിവൺ. ഞാൻ ഇവിടെ 3 ഇതാക്കി എഴുതിയത് എനിക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ കറക്റ്റ് ഓർഡറിൽ എഴുതി പോവുക കേട്ടോ. ഫസ്റ്റ് സ്പാന്. അപ്പോൾ എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 6 മീറ്റർ. ഇതിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എന്താണ് തന്നത്? എഫക്റ്റീവ് സ്പാൻ ആണ് തന്നത്. അതുകൊണ്ട് തന്നെ എൽ എഫക്റ്റീവ് പറയുന്നത് 6 മീറ്റർ ആണ്. ഇനി അടുത്തത് ഗിവൺ എന്ന് പറയുന്നത് ലൈവ് ലോഡ്. ലൈവ് ലോഡ് എത്രയാണ്? 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് ലൈവ് ലോഡ് പറയുന്നത് ഓൺ ദി എൻറ്റയർ സ്പാൻ, അതായത് UDL ആണ്. ഇനി ഡിസൈൻ ദ ബീം യൂസിങ് M25 ആൻഡ് FE 415. അതായത് FCK എന്ന് പറയുന്നത് 25 ന്യൂട്ടൺ പെർ mm²ഉം FY എന്ന് പറയുന്നത് 415 ന്യൂട്ടൺ പെർ mm². ഇതാണ് നമ്മളെ ഗിവൺ ഡാറ്റാസ്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് L/D റേഷ്യോ, അതായത് L എഫക്റ്റീവ് ബൈ D എന്നുള്ള റേഷ്യോ ഫിക്സ് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഞാൻ തന്ന വാല്യൂവിൻ്റെ ടേബിൾ ഉണ്ടായിരുന്നു. 5 to 10 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മളെ സ്പാൻ വരുന്നത് അല്ലേ? 5 to 10 മീറ്റർ വന്നാൽ എടുക്കേണ്ട വാല്യൂ 12ൻ്റെയും 15ൻ്റെയും ഉള്ളിലാണ്. അപ്പം ഞാനിവിടെ L എഫക്റ്റീവ് ബൈ D എന്ന് എടുക്കുന്നത് 12. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വാല്യൂവിനെ എടുത്തു. അതിപ്പോൾ 12ൻ്റെയും 15ൻ്റെ ഉള്ളിൽ ഏത് വാല്യൂ ആയാലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഒരു കറക്റ്റ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഡെപ്ത് ഒരു 0-ലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ 12 or 15 ഒക്കെ ആയിട്ട് എടുക്കുക. 13 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് ഒക്കെ വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് L എഫക്റ്റീവ് ബൈ D എന്ന് പറയുന്നത് 12 എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് L എഫക്റ്റീവ് അറിയാം എത്രയാണ്? 6000 ആണ് അല്ലേ? അപ്പോൾ 6000 ബൈ D is equal to 12 ഇങ്ങനെ വരും ഇല്ലേ? ഇതിൽ നിന്ന് D കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? 12നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, Dനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. D is equal to 6000 6000 ബൈ 12. അപ്പം നമുക്ക് 500 എന്ന് കിട്ടും. ഓക്കെ, 500 mm. D എന്ന് പറയുന്നത് കിട്ടി. D പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? B ആണ്. ഓക്കെ, B എന്ന് പറയുന്നത് എന്താണ്? D/2 ആണ്. ഡെപ്തിൻ്റെ പകുതി ആയിരിക്കും എപ്പോഴും. അതായത് 500/2. 500/2 എത്രയാണ്? 250 mm ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് B കിട്ടി. അടുത്തത് ഇനി ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോഡ്, അതുപോലെ തന്നെ ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അതായത് ഇതാണ് ഇപ്പോൾ നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് അസ്യൂം ചെയ്യുക. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മുകളിൽ എത്രയാണ്? 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഓവർ സ്പാൻ ഓഫ് 6 മീറ്റർ. 6 മീറ്റർ സ്പാനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. ഇനി നമ്മളൊരു ബീമിൽ ഒരു ലൈവ് ലോഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിരുന്നു ഡെഡ് ലോഡും കൂടി ആക്ട് ചെയ്യും. അപ്പോൾ ഡെഡ് ലോഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെഡ് ലോഡ് ഇസ് ഈക്വൽ ടു B into D into യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC. ഓക്കെ, അതായത് RCCൻ്റെ യൂണിറ്റ് വെയിറ്റിനെ ബ്രെഡ്ത്ത് കൊണ്ടും ഡെപ്ത് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ബ്രെഡ്ത്ത് കൊണ്ടും ഡെപ്ത് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെഡ് ലോഡ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, നമുക്കിവിടെ കിട്ടിയ ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ d ആണ്. എഫക്റ്റീവ് ഡെപ്ത് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇവിടെ വേണ്ടതോ ഓവറോൾ ഡെപ്ത് ആണ്, ക്യാപിറ്റൽ D ആണ് വേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ക്യാപിറ്റൽ D കാണാൻ സ്മോൾ ഡിൻ്റെ കൂടെ എന്ത് ചെയ്യണം? കവർ ആഡ് ചെയ്യണം, വേണ്ടേ? അപ്പോൾ ഇവിടെ 500 ആണ്. ഞാൻ ഇവിടെ കവർ അസ്യൂം ചെയ്യണത് 30 ആണ്. ഓക്കെ, അപ്പോൾ 530 mm എന്ന് കിട്ടി. എന്ത്? ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 530. എപ്പോഴും കവർ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൽ കവർ തന്നിട്ടുണ്ടെങ്കിൽ ആ കവർ കൊടുത്താൽ മതി. ഞാനിവിടെ എഴുതി അസ്യൂം, അങ്ങനെ എഴുതണം കേട്ടോ. അസ്യൂം കവർ 30 mm. 30 mm കവറാണ് ഞാൻ അസ്യൂം ചെയ്തത്. 30 mm കവർ അസ്യൂം ചെയ്തു. ഇനി ഇവിടെ എന്ത് ചെയ്യുക? അത് കൊടുക്കുക. B എന്ന് പറയണത് എത്രയായിരുന്നു? 250 mm. ഇനി നമ്മളെ യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC എത്രയാണ്? 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അതായത് M³ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ മീറ്ററിലേക്ക് ആക്കുക. അതുപോലെ നമുക്ക് മൊമെന്റ് എപ്പോഴും എങ്ങനെ കിട്ടല്? കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള വാല്യൂവിലാണ് കിട്ടല് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് വേണം. അതുകൊണ്ട് കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇതിനെല്ലാം മീറ്ററിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 250 mm എന്നുണ്ട്. അപ്പോൾ 250 mm 0.25 ഇൻറ്റു
ഡി എത്രയാണ് 530.53 ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് RCC എന്ന് പറയുന്നത് 25. ഓക്കെ, ഇതാണ് നമ്മളെ ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. 0.25 ഇൻറ്റു 0.53 ഇൻറ്റു 25 3.3125 kN/m. ഇതാണ് ഡെഡ് ലോഡ് കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് ലൈവ് ലോഡ് അറിയാം. എത്രയാണ് ലൈവ് ലോഡ് ഈക്വൽ ടു 15 kN/m. ഓക്കെ, ഇനി ടോട്ടൽ ലോഡ് അറിയണത് ടോട്ടൽ ലോഡ് 15 പ്ലസ് എത്രയാണ് 3.3125 ഇത്രയാണ് അവിടെ ആക്ട് ചെയ്യണ ടോട്ടൽ ലോഡ് വരണത്. അതായത് 18.3125 kN/m. അപ്പോൾ നമ്മൾ ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് 15 ആണോ? അല്ല, 18 പോയിന്റ്, അതായത് ആക്ട് ചെയ്യുന്ന ബീമിലെ ലോഡ് എന്ന് പറയുന്നത് 18.3125 kN/m എന്നുള്ള ലോഡാണ് ഈ 6 മീറ്റർ സ്പാനിൽ ആക്ട് ചെയ്യണത്. സിംപ്ലി സപ്പോർട്ടഡിൽ UDL ആണെന്നുണ്ടെങ്കിൽ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ, ബെൻഡിങ് മൊമെന്റ് BM കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് WL²/8. ഓക്കെ, WL²/8 വെച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കാണുക. അപ്പോൾ നമുക്ക് ലോഡ് ഇവിടെ അറിയാം. എത്രയാണ് 18.3125 സ്പാനും അറിയാം 6 അല്ലേ, ²/8. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 82.40 82.40 kN/m കിട്ടും. 82.40. ഇവിടെ നോക്കിയാൽ മതി. മൊമെന്റ് ഏതാണ് ഞാൻ ബെൻഡിങ് മൊമെന്റിന് എഴുതണത് 82.40 kN/m. ഇനിയിപ്പോൾ നമുക്ക് ഈ മൊമെന്റിനെ ഞാൻ പറഞ്ഞത് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ആണ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യുക, ഇതിനെ 1.5 82.4 ഇൻറ്റു 1.5 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടണ മൊമെന്റ് പറയുന്നത് MU ആണ്. ഫാക്ടേർഡ് ലോഡിനെ MU എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുമ്പോൾ 123.6 123.6 kN/m എന്ന് കിട്ടി. ഇതാണ് ഇവിടെ ആക്ട് ചെയ്യണ മൊമെന്റ്. ഫസ്റ്റ് പാർട്ടേണ് ആയിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യം ഒന്നും കൂടെ നോക്കിക്കോളി. എഫക്റ്റീവ് സ്പാൻ ആയിരുന്നു, ലോഡ് ഉണ്ട്, FCK ഉണ്ട്, FY ഉണ്ട്. അത് വെച്ചിട്ട് ആദ്യം നമ്മൾ L/D റേഷ്യോ ഫിക്സ് ചെയ്തു. L/D റേഷ്യോ ഫിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ്ത്തും ഡെപ്തും കിട്ടി. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലോഡാണ്. ലോഡിൽ ഡെഡ് ലോഡും വേണം, ലൈവ് ലോഡും വേണം. ഡെഡ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ക്യാപിറ്റൽ D കണ്ടുപിടിച്ചു. അതിനുശേഷം ടോട്ടൽ ലോഡ് കണ്ടു. ലൈവ് ലോഡ് പ്ലസ് ഡെഡ് ലോഡാണ് ടോട്ടൽ ലോഡ്. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് UDL ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് കാണാനുള്ള ഇക്വേഷനാണ് WL²/8. അതിൽ നിന്ന് മൊമെന്റ് കിട്ടി. ആ മൊമെന്റിന് നമ്മൾ എന്ത് ചെയ്തു, ഫാക്ടർ ചെയ്തു. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ചെയ്യാനുള്ള സ്റ്റെപ്പ് പറയണത് എന്താണ്, ഡെപ്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെപ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് 500 mm എന്നുള്ള ഡെപ്ത്. ഇത് സേഫ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ മൊമെന്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെപ്ത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, MU ലിമിറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. MU ലിമിറ്റ് ഈക്വൽ ടു 0.36 ഇൻറ്റു XU max/D ഇൻറ്റു 1 minus 0.42 into XU max/D into BD square FCK. IS കോഡിൽ പേജ് 96ലുണ്ട് ഈ ഇക്വേഷൻ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ബാലൻസ്ഡിൻ്റെ മൊമെന്റ് കണ്ടിരുന്ന സമയത്ത് ചെയ്ത ഇക്വേഷനാണിത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ MUവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയ മൊമെന്റ് ഇട്ട് കൊടുക്കുക. 123.6 ഇൻറ്റു 10⁻⁶. കാരണം ബാക്കിയുള്ളതൊക്കെ MM-ലാണ്. അപ്പോൾ 0.36 ഇൻറ്റു XU max/D. ഇനി XU max/Dൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക, FE415 ആണെന്നുണ്ടെങ്കിൽ FE415ന് XU max/Dൻ്റെ വാല്യൂ എത്രയാണ്, 0.48 ആണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ
മൊമെന്റ് കാൽക്കുലേഷൻ്റെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ ബൈ ഹാർട്ട് ആക്കി പഠിച്ചാൽ മതി. 3 വാല്യൂസ് അല്ലേ. അപ്പോൾ എക്സ് മാക്സ് ബൈ ഡിൻ്റെ വാല്യൂ കൊടുക്കുക 0.48 ഓക്കെ ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു 0.48 ഇൻറ്റു ബി എന്ന് പറയണത് എത്ര കൊടുക്കുക? ബി എന്ന് പറയണത് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത ഈ 250 mm അല്ല കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി എന്ത് കിട്ടും? 500 തന്നെ കിട്ടും. അപ്പം അങ്ങനെയല്ല കൊടുക്കേണ്ടത്, നമുക്ക് കറക്റ്റ് വാല്യൂ അറിയണം. അപ്പോൾ ബിക്ക് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താണ്? ബി ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ മതി d/2. ഓക്കെ, ഈ d/2 എന്ന് പറയുന്നത് 1/2 ഡി അല്ലേ? ഇവിടെ നോക്കിയാൽ മതി 1/2 ഡി ആണ്. അപ്പോൾ 1/2 പറയുന്നത് എന്താണ്? 0.5. അപ്പോൾ ബി നമുക്ക് എന്ത് കൊടുക്കാം? 0.5 ഡി എന്ന് കൊടുക്കാം. ഓക്കെ, ബി പറയുന്നത് d/2. ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ടൈമിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. d/2 പറയുന്നത് 1/2 ഡി ആണ്. അതുകൊണ്ടാണ് നമ്മൾ 0.5 ഡി എന്ന് ഇതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ബിക്ക് പകരം 0.5 ഡി ഇൻറ്റു ഡി സ്ക്വയർ അല്ലേ? അപ്പോൾ ബി ഡി സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു FCK, അതായത് 25. ഞാൻ ആ ഇക്വേഷൻ മാത്രം എടുത്ത് എഴുതിയതാണ്, ബാക്കിയുള്ള എല്ലാം റേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഇനി 0.36 ഇൻറ്റു 0.48 ഇൻറ്റു ഈ ടേംസ് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഡി ഇൻറ്റു ഡി സ്ക്വയർ എന്നുണ്ട്, അതായത് ഡി ക്യൂബിൻ്റെ ടേമിൽ ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.36 ഇൻറ്റു 0.48 ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ളത് ഇൻറ്റു 0.5 ഇൻറ്റു 25 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1.724544 ഡി ഇൻറ്റു ഡി സ്ക്വയർ ഡി ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ എന്തുണ്ട്? 123.6 ഇൻറ്റു 10⁻⁶. ഓക്കെ, ആ ഡി ക്യൂബിനെ അങ്ങോട്ട് എടുക്കുക. അപ്പം എന്നിട്ടും 123.6 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ 1.724544 എന്ന് കിട്ടും. ഓക്കെ, ഡി ക്യൂബ് ചെയ്യാൻ ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്യൂബ് റേസ് ടു ഓക്കെ ഇതിൻ്റെ ക്യൂബ്, ഈ റൂട്ട് ക്യൂബ് കാണുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡി എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ ഡി എന്നുള്ള വാല്യൂ കിട്ടുക 415.39. അതായത് ഇപ്പോൾ 415.39. അങ്ങനത്തെ ഒരു ഡെപ്ത് കിട്ടില്ല. അതിനെ റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്യുമ്പോൾ ഒന്ന് ഹയർ ആക്കിയിട്ടാണ് റൗണ്ട് ചെയ്യുക. അതായത് 420 mm. നമ്മൾ എപ്പോഴും ഡെപ്ത് ഫിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയിന്റ് സംതിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്യാം. കുറച്ചും കൂടെ സേഫ്ലി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹയർ ആക്കിയിട്ട് 20. നിങ്ങൾ ചോദിക്കും 416 ആക്കിയാൽ മതിയായിരുന്നില്ലേ എന്നുള്ളത് ചോദിക്കും. കുറച്ചുകൂടെ സേഫ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാല്യൂ ആക്കിയിട്ട് റൗണ്ട് ചെയ്തത്. കുറച്ച് മുകളിലേക്ക് 0 വരുന്ന രീതിയിലായിട്ട് റൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ 420 mm. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഡെപ്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തു പോയ ഡെപ്ത് എത്രയായിരുന്നു? ഡി ഈസ് ഈക്വൽ ടു 500 mm ആയിരുന്നു. ഓക്കെ, ഇത് ലിമിറ്റിംഗ് ഡെപ്ത് ആണ്, ഡി ലിമിറ്റ്. ഈ ഡി ലിമിറ്റ് എത്ര കിട്ടിയത്? 420 mm. ഡെപ്ത് ചെക്ക് ചെയ്തു. ഡെപ്ത് ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച L/D വെച്ചിട്ട് ഫൈൻഡ് ചെയ്ത ഡെപ്ത് പറയുന്നത് 500 ആയിരുന്നു. നമുക്ക് കിട്ടിയ ലിമിറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് 420 ആണ്. ഓക്കെ, 420 mm ആണ് അവിടെ ഉള്ള മൊമെന്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ മൊമെന്റ് ആണ് ഇപ്പോൾ ആ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വരുന്ന മൊമെന്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡെപ്ത് 420 mm ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഡെപ്ത് ഈ ഡെപ്തിനേക്കാൾ ഹയർ ആണ്. അപ്പോൾ ഇതിട്ടിട്ട് ഇനി ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയാണോ ലിമിറ്റിംഗ് ഡെപ്ത് അതെടുത്ത് ചെയ്തു പോവാം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഈ 420 കുറവായിരുന്നു, ഇവിടെ 400 mm ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ 400 mm എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ 420 mm ആയതുകൊണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് 420 mm എടുത്തിട്ട് വേണം ചെയ്തു പോകാൻ. നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പിലൊക്കെ 420 mm ആണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മളെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു 420 mm ആണ്. ഡി ഈസ് ഈക്വൽ ടു 420 mm. ഓക്കെ, ഇനി അടുത്ത് കാണേണ്ടത് AST ആണ്. AST കാണാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. MU ഈസ് ഈക്വൽ ടു 0.87 ഇൻറ്റു FY AST D ഇൻറ്റു ആ ഇക്വേഷനിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാം? MU ഈസ് ഈക്വൽ ടു 0.87 FY AST ഇൻറ്റു D മൈനസ് AST FY ഡിവൈഡഡ് ബൈ BFCK. ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഈ ഇക്വേഷനിൽ MU അറിയാം 123.6 ഇൻറ്റു 10⁻⁶, 0.87 ഇൻറ്റു 415. AST നമുക്ക് അറിയില്ല, അതേപോലെ നിർത്തി. AST
ഡി ഇപ്പം നമുക്കറിയാം 420 മൈനസ് എ എസ് ടിന് അതേപോലെ നിർത്തി AST ഇൻറ്റു 415 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് ഇവിടെ ഡി 420 ആണെന്നുണ്ടെങ്കിൽ ബി എന്താണ് ഡി 420 mm ആണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താവും? അതിൻ്റെ പകുതി 420/2 അതന്നെ എടുക്കണം 210. കാരണം പുതിയ ഡെപ്ത് ആവുമ്പോൾ പുതിയ ബ്രെഡ്ത്തും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പുതിയ ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി 210 mm എന്നുള്ളത് കിട്ടി, 210 mm എന്നുള്ളത് കിട്ടി. അപ്പോൾ ബി ഇവിടെ കൊടുക്കുക 210 ഇൻറ്റു FCK 25. ഇത് സോൾവ് ചെയ്യുക. ഇവിടെ 361.05 AST എന്ന് വരും. 420 മൈനസ് 415 ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 151,641 AST എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി അടുത്തത് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 28.52 AST ഇൻറ്റു AST സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് AX സ്ക്വയർ മൈനസ് BX പ്ലസ് C ഈക്വൽ ടു 0 ഈ ടേമിലാക്കി എഴുതണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം AST സ്ക്വയർ 28.52 AST സ്ക്വയർ മൈനസ് അടുത്തത് എന്താണ് 641 AST പ്ലസ് 123.6 ഇൻറ്റു 10⁶ ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC/2A. ഓക്കെ, ഈ ഇക്വേഷനിൽ ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നോക്കുക, നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ പ്ലസ് ആയി 641 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 641 സ്ക്വയർ. ഓക്കെ, ഇനി ബി സ്ക്വയർ മൈനസ് 4AC ആണ്. 4 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇത് 28.52 ഇൻറ്റു 123.6 ഇൻറ്റു 10⁶. ഓക്കെ, ബൈ 2A 2 ഇൻറ്റു 28.52. ഇത് സോൾവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഡേറ്റിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ വ്യൂ ചെയ്യുക. വീഡിയോ വ്യൂ ചെയ്യുമ്പോൾ ഓരോന്നും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് റൂട്ടിൽ നിന്ന് കണ്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചത് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്കിതിൽ AST 1ൻ്റെ വാല്യൂ 1020.97 mm² എന്ന് കിട്ടും. AST 2ൻ്റെ വാല്യൂ 4311.93 എന്ന് കിട്ടും. അതായത് പ്ലസ് ഓർ മൈനസ് ചെയ്യുമ്പോൾ ഈ വാല്യൂ പ്ലസ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഇതിലെ ലീസ്റ്റ് വാല്യൂ നമ്മൾ AST ആയിട്ട് എടുക്കുക. അപ്പോൾ അതായത് AST ഈക്വൽ ടു 1020.97 mm² എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ AST കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? AST ചെക്ക് ചെയ്യണം. മിനിമത്തോടും മാക്സിമത്തോടും ചെക്ക് ചെയ്യണം. ഓക്കെ, മിനിമം ASTനോടും മാക്സിമം ASTനോടും നമുക്ക് കിട്ടിയ AST ചെക്ക് ചെയ്യുക. ഓക്കെ, മിനിമം AST പറയുന്നത് AST മിനിമം ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട് 0.85 BD/FY. ഓക്കെ, ഈ ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ 0.85 ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 210. ഡി എന്ന് പറയുന്നത് 420. FY പറയുന്നത് 415. ഇത് ചെയ്യുമ്പോൾ നമുക്ക് AST മിനിമം എന്ന് പറയുന്നത് 180.65 180.65 ആണ്. ഈ ഒരു ബീമിൻ്റെ ബ്രെഡ്ത്തും ഡെപ്തും വെച്ചിട്ട് അതിൽ മിനിമം വരേണ്ടത് ഇത്രയാണ്. ഓക്കെ, ഇനി മാക്സിമം AST, അതായത് AST മാക്സിമം എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ 0.04 ഇൻറ്റു ബി ഇൻറ്റു ഡി ആണ്, ക്യാപിറ്റൽ ഡി. അപ്പോൾ 0.04 ഇൻറ്റു ബി വരേണ്ടത് 210 ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, നമ്മൾ സ്മോൾ ഡി മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഡി എന്ന് പറയുന്നത് 420, അതിൻ്റെ കൂടെ കവർ നേരത്തെ അസ്യൂം ചെയ്ത് 30, 450 mm. ഓക്കെ, അപ്പോൾ 450. ഇത് ചെയ്യുമ്പോൾ AST മാക്സിമം കിട്ടും. ഓക്കെ, നമുക്ക് AST മാക്സിമം കിട്ടിയത് 3780 mm² എന്നാണ് കിട്ടിയത്. ഇനി നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മതി. ഇതാണ് മിനിമം AST, ഇതാണ് നമ്മളെ AST, ഇത് മാക്സിമം AST. കണ്ടീഷൻ എപ്പോഴും ഇങ്ങനെയാണ്. AST എന്ന് പറയുന്നത് AST മിനിമത്തിനേക്കാൾ
കൂടുതലായിരിക്കണം, എന്നാൽ മാക്സിമത്തിനേക്കാൾ കുറവായിരിക്കണം. ഈ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് നമ്പർ ഓഫ് ബാർ കാണാനാണ്. നമ്പർ ഓഫ് ബാർ. അപ്പം നമ്മൾ എപ്പോഴും എടുക്കേണ്ട AST പറയണത് നമ്മൾ AST ഇവിടെ ഇങ്ങനെയാണ് കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ AST തന്നെ എടുക്കുക. അപ്പം നമ്പർ ഓഫ് ബാർ കാണാൻ AST പ്രൊവൈഡഡ് പറയുന്നത് 1020 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു d². ഇവിടെ ഡയമീറ്റർ നമ്മൾ വേണം ഫിക്സ് ചെയ്യാൻ. ഡയമീറ്റർ പറയുന്നത് 20 ഉണ്ട്, 16 ഉണ്ട്. അപ്പം അങ്ങനെ ഡയമീറ്റർ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് എത്ര നമ്പർ ഓഫ് ബാർ കിട്ടും എന്നുള്ളത് നോക്കുക. ഫസ്റ്റ് നിങ്ങൾ π/4 ഇൻറ്റു 20² ചെയ്ത് നോക്കുക. 1020 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു 20². അതായത് ബാറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 mm ആണ് എന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് ബാർ വേണമെന്നുള്ളത് കിട്ടും. ഇവിടെ കിട്ടുന്നത് 3.24 എന്നാണ് കിട്ടുന്നത്. ഇത് 3.24 നമ്മൾ 3 നമ്പേഴ്സായിട്ട് റൗണ്ട് ചെയ്യുക. 3ൻ്റെ എബോവ് ആണ് വരുന്നത്, 3.5 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് 4 നമ്പറായിട്ട് റൗണ്ട് ചെയ്യണം. ഇത് 3.2 ആയതുകൊണ്ട് തന്നെ 3 നമ്പേഴ്സിലേക്കാണ് ഞാൻ റൗണ്ട് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വേണ്ടത് ക്രോസ് സെക്ഷൻ വരയ്ക്കാം. ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കുക, അതാണ് ബീം. ആ ബീമിൻ്റെ ബ്രെഡ്ത്ത് പറയുന്നത് 210 mm. ഇനി അതിൻ്റെ ഓവറാൾ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്ക് അറിയായിരുന്നു 450 mm. എത്ര ബാറാണ്? 3 ബാർ. 3 നമ്പർ ഓഫ് 20 ഡയമീറ്റർ. ഇനി അടുത്തത് എഫക്റ്റീവ് ഡെപ്ത് 420 mm. ഇത്രയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഡിസൈൻ ഓഫ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ.